കേരള ബിരിയാണി ക്യൂൻ ഫെസ്റ്റ് ഇതാ അക്ഷരനഗരിയെ ആകെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ഇനിയുള്ളത് 3 ജില്ലകൾ മാത്രമാണ്. കോട്ടയത്താണ് നമ്മുടെ ബിരിയാണി കിസ എത്തി നിൽക്കുന്നത്. ഹരീഷ് ഹരിദാസ് കോട്ടയത്തെ ബിരിയാണി കാഴ്ചകൾ നമ്മളോട് പറയും. ഹരീഷ്, എങ്ങനെ നല്ല നല്ല മണമുള്ള സമയമായിരിക്കും അല്ലേ? എല്ലാം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതന്നെയല്ല ഹരീഷ്, സാധാരണഗതിയിൽ കോട്ടയത്ത് ബീഫും പൊറോട്ടയൊക്കെയാണ്. അവിടെ ബിരിയാണി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു രുചി വൈവിധ്യം ഹരീഷിനെ പോലെയുള്ള ഒരു വിദഗ്ധനായ തീറ്റക്കാരന് പറയാവുന്നതേ ഉള്ളൂ. ഹരീഷ്, അവിടെ മത്സരം ആവുന്നതിന് മുമ്പ് ഹരീഷ് മത്സരം തുടങ്ങിയോ? മാസ്റ്ററുടെ ദിവിഷേട്ടാ, ഞാനെന്താ വെച്ചാലേ ഇന്നലെ ആലപ്പുഴ ഫെസ്റ്റ് കഴിഞ്ഞ് വൈറൽപീഡിയ ഷൂട്ട് ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അപ്പോൾ അതിൻ്റെ അവിടെ അങ്ങോട്ട് പോയി. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല, അവിടുത്തെ ബസ്സിന് അവിടെ നിന്ന് എത്തിയത്. നല്ല വിശപ്പ്. അപ്പോൾ ജഡ്ജ്മെൻ്റ് അവിടെ പല നടക്കുന്നുണ്ട്. ഞാൻ വിശന്ന് നിൽക്കാനും വയ്യ. അപ്പോൾ ഞാൻ ആ സമയത്ത് ആ PCR വിളിച്ച് ലൈവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ലാത്ത സമയം ഇപ്പോൾ എന്താ ഞാൻ കഴിച്ച് നിർത്തിയേക്കാം. ആ പ്ലേറ്റ് മാറ്റല്ലേ, ഇപ്പോൾ വരാം, ലൈവ് ഉണ്ട്. പിന്നെ എന്തായാലും അക്ഷരാർത്ഥത്തിൽ വരെ അടിച്ചുപൊളി എന്നാണ്. അടിച്ചുപൊളി വേറെ വൈബാണ്. ഈ മറ്റൊരു കാര്യം കാണിച്ചില്ല, ഈ നിൽക്കുന്നത് കണ്ടോ എടാ. അതായത് വലിയ രീതിയിൽ പരാതി ഉയർന്നിട്ടുണ്ട്. KBQനെതിരെ വലിയ രീതിയിൽ പരാതി ഉയർന്നിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ജില്ലകളിലൊക്കെ വലിയ ബിരിയാണി മിച്ചം വന്നു എന്നൊരു പരാതി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പാത്രമാണ് മിച്ചം. കല്യാണ രാമസിനെ ലിനസ് തന്നെ കണ്ടില്ലേ, വേസ്റ്റ് ഗ്ലാസ്. ഇത് വേസ്റ്റ് പാത്രം. മിച്ചം വരുന്ന ബിരിയാണി ആർക്ക് വേണം ഇവിടെ വയ്ക്കാം, നിക്ഷേപിക്കാം. സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 7 ബിരിയാണി ഉണ്ട്. 7 തരം ബിരിയാണി ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞു. ഇനി എത്ര 23 തരം ബിരിയാണി ബാക്കിയുണ്ട്. 23 ഉണ്ട്. എല്ലാം തീർത്തിട്ടില്ലേ പോകുള്ളൂ അല്ലേ? അപ്പം ഈ നടന്ന് തിന്നാന്ന് കേട്ടിട്ടില്ലേ? ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിനോജ് വന്നപ്പോൾ ജഡ്ജ്മെന്റ് ഈ സൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കഴിക്കുകയാണ്. അവർ രാവിലെ പൊറാട്ടയും ബീഫും കഴിച്ചിട്ടാണ് വന്നത് ഓൾറെഡി. പിന്നെ എന്തായി, എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു. ഫസ്റ്റ് അടിക്കില്ലേ? ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നടക്കട്ടെ. എല്ലാം എന്താ ബിരിയാണിയുടെ പേരെന്താ? എന്താ പേര് ബിരിയാണിയുടെ? ചിക്കൻ ദം ബിരിയാണി. അല്ല, വേറെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഈ കണ്ണൂർ തലശ്ശേരി ബിരിയാണി, തലപ്പാക്കട്ടി ബിരിയാണി, അങ്ങനെ സ്റ്റൈലില്. ഞാൻ മല്ലപ്പള്ളിയാണ്. മല്ലപ്പള്ളി ബിരിയാണി. അൻസാ ബിരിയാണി. അതങ്ങനെ പേര് വരാൻ കാരണം? എൻ്റെ ഭർത്താവിൻ്റെ പേരാ. ഓ, അത് പൊളിച്ച്. അനുസാജൻ. അപ്പൊ അൻസാ ബിരിയാണി. അങ്ങനെ ദിവിഷേട്ടനും മാഷും ചോദിച്ച പോലെ തന്നെ എല്ലാം വെറൈറ്റിയാണ്. കാരണം കോട്ടയത്ത് പൊതുവേ ഇങ്ങനെ ഈ ഭക്ഷണം നിലവിൽ നമ്മൾ പറയില്ലേ പൊറാട്ടയും ബീഫാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇവിടെ ബിരിയാണി വെക്കുന്നതിലെല്ലാം ഗംഭീരമാണ്. എല്ലാവരും ചോദിക്കും ഒറ്റയുണ്ട്. പൊന്നെ ദിവിഷേ, ഇത്രയും ജില്ലകൾ കഴിഞ്ഞു. ക്ലാസ് കട്ട് ചെയ്ത് ബിരിയാണി ഉണ്ടാക്കാൻ വന്നൊരു വെച്ചുണ്ട് ഇവിടെ. ഏത് സ്കൂളിലാണ്? എത്ര ക്ലാസ്സിലാണ്? +1 പഠിക്കുന്ന പിള്ളേരാ വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. കോട്ടയത്തല്ലാതെ ഇമ്മാതിരി പിള്ളേർ വേറെ എവിടെയെങ്കിലും ഉണ്ടാ? ഇന്നലെ 8ാം ക്ലാസ് ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ. 8ാം ക്ലാസ്സിൽ ബിരിയാണി ഉണ്ടാക്കൂലായിരുന്നു. 8ാം ക്ലാസ് മുതൽ ബിരിയാണി ഉണ്ടാക്കുന്ന കൊച്ചാ. പിന്നെ അന്ന് ബിരിയാണി ബസ് നടത്തിയില്ല, അതുകൊണ്ട് ഒരു പ്രശ്നം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂപ്പരിങ്ങനെ നടന്ന് തിന്നുന്ന പരിപാടിയാണ്. എന്തായാലും ഫസ്റ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം തീരാനായി. കാരണം നാളെ പത്തനംതിട്ട, മറ്റന്നാൾ അവധി, പിന്നെ കൊല്ലം, അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം. 3 ജില്ലയും കൂടെയുള്ളൂ. ഫെബ്രുവരി 12-ാം തീയതിയാണ് ഗ്രാൻഡ് ഫിനാലെ കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും നല്ല ഭക്ഷണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ദിവിഷ്, അതുപോലെ തന്നെ മാർഷൽ.